നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കാം. വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് ഈ ഒരു കറണ്ട് ട്രെൻഡ് ഇപ്പോൾ മനസ്സിലാക്കുക. കറണ്ട് ട്രെൻഡ് ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റിൽ പോസിറ്റീവാണ്. നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ തന്നെ പോസിറ്റീവ് സെന്റിമെന്റിലേക്ക് കടന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ സ്റ്റിൽ ലോങ് ടൈമിൽ സ്റ്റിൽ നെഗറ്റീവാണ് ട്രെൻഡ്. പക്ഷെ കറണ്ട് ട്രെൻഡിനൊപ്പം മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ നിഫ്റ്റി ആയാലും ഇന്നത്തെ ഒരു മൊമെന്റ് ആയാലും നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. ഇനി ഹയർ ലെവലിലായാലും നിഫ്റ്റിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 23,200, അതേപോലെ തന്നെ 23,400. ആ റേഞ്ചിന്റെ ഇടയിലാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. 23,220 നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ 23,400. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിക്ക് ഒരു റേഞ്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിഫ്റ്റിക്കായാലും ഇനി ഫർദർ അപ്പ് മൂവ്മെന്റ് ആയാലും 23,400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ക്ലോസിംഗ് ബേസിസിൽ സസ്റ്റെയിൻ ചെയ്താൽ കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടും. അതേപോലെ തന്നെ 23,200, 23,220 താഴത്തേക്ക് ക്ലോസിംഗ് ബേസിൽ സസ്റ്റെയിൻ ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യതയുണ്ട്. ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് നോക്കാം. നിഫ്റ്റിക്ക് കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 400 അടുത്ത് എത്തുമ്പോൾ നിഫ്റ്റി കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലിന്റെ അടുത്തേക്കാണ് എത്തുന്നത്. 23,400. അപ്പൊ ഇൻ കേസ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്തതിന് ശേഷം 23,400 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ മൈനർ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്, പക്ഷെ അത്ര വലിയൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് അല്ല. 23,370. അപ്പൊ ഇതും കൂടി ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ്സിനാണ് സാധ്യത. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലും ഷോർട്ട്സ് തന്നെയാണ്, വീക്ക്നെസ്സിനാണ് സാധ്യത. ലോവർ ലെവലിൽ സപ്പോർട്ട് വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്നത് 275 നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. പക്ഷെ ഇന്ന് 23,270 സപ്പോർട്ടായിട്ട് എടുക്കുക. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഈ ഒരു റേഞ്ചിലാണ് 270 മുകളിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും 270 താഴത്തേക്ക് ഒരു ക്യാനൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അല്ലെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ 270 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, 23,270 താഴെയാണ്. ചെറിയ ടൈമിൽ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. 23,220 സപ്പോർട്ട്. അപ്പൊ ഇന്നത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. രാവിലത്തെ ഒരു ഓപ്പണിംഗിൽ തന്നെ 23,220 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് ലോവർ ലെവലിലേക്ക് വരുമ്പോഴായാലും 23,220 ആണ് സപ്പോർട്ട്. പിന്നെ അതിന് ശേഷം 23,160, 23,160. അതേപോലെ തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് 23,130. ഇൻട്രാഡേയിൽ ഇത് സ്ട്രോങ് സപ്പോർട്ടാണ്. 23,130 ഹോൾഡ് ചെയ്തുകൊണ്ട് 160 മുകളിലേക്ക് ബൗൺസ് ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 160 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈക്ക് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. 220 ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് കിട്ടും. 23,270 റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 23,130 താഴെയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു സഡൻ ഫാള് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 23,160. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിലാണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും മാർക്കറ്റിൽ അഗ്രസീവ് ആയിട്ടുള്ള ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. റൈറ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും റൈറ്റ് സപ്പോർട്ട് ലെവലിലേക്ക് വരുന്ന ഒരു സമയത്ത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യത മാർക്കറ്റിൽ കാണണം. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിലായാലും വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. സപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിഫ്റ്റിക്ക് ഇന്നത്തെ ഒരു മൊമെന്റത്തിൽ ആ ഒരു സ്ട്രെങ്ത് കിട്ടിയിരുന്നത്. അപ്പൊ അതേപോലെ തന്നെ വരും ദിവസങ്ങളിലെ മൊമെന്റത്തിൽ ആ ഒരു സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ സപ്പോർട്ടിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സപ്പോർട്ടിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അല്ലെങ്കിൽ
പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യത. നിഫ്റ്റിയിലെ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിന്റെ ട്രെൻഡിൽ നിലനിൽക്കുക. മാർക്കറ്റിലെ വലിയ റിസൾട്ട് നമുക്ക് വരും ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.